സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസ സിറ്റി ടേക്ക് ഓവർ ചെയ്യും എന്ന് ഇസ്രായേൽ മന്ത്രിസഭ തീരുമാനിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴും അതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. 75 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഗാസ സിറ്റി ഇപ്പോൾ ഏകദേശം ഒരു 50 സ്ക്വയർ കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് കണക്ക്. കാരണം ആ സിറ്റിയുടെ സബർബ്സ് ഒക്കെ ഓൾറെഡി IDF പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 50 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ പക്ഷെ 10 ലക്ഷം ആളുകളാണ് അധിവസിക്കുന്നത്. 10 ലക്ഷം ആളുകളെ BBC വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യ ബോംബ് എന്നാണ്. അതായത് ഇത് ഏത് തരത്തിലാണ് ഈ ഗാസ സിറ്റി ടേക്ക് ഓവർ ചെയ്യാനുള്ള IDFന്റെ ശ്രമത്തെ ഈ 10 ലക്ഷം വരുന്ന ജനസമൂഹം ഏത് തരത്തിലാണ് അതിനെ നേരിടുക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ പുറത്തു വരുന്നില്ല. ഹമാസ് ആവട്ടെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതുമില്ല. അപ്പൊ അവര് പരമാവധി അറബ് രാജ്യങ്ങളുടെ നേരെയൊക്കെ നിലവിളിച്ച് കരയുന്നുണ്ട്. ഇത് ടേക്ക് ഓവർ നടത്തുന്നത് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നെ ചെറുക്കണം. ആര് ചെറുത്തിട്ടും കാര്യമില്ല. ഇസ്രായേൽ ഇത് ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചാൽ ടേക്ക് ഓവർ ചെയ്യും. പക്ഷെ അത് എങ്ങനെ ടേക്ക് ഓവർ ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എല്ലാവരുടെയും ഉള്ളിൽ ഭയം നിൽക്കുന്നത്. 10 ലക്ഷം ആളുകൾ ഏകദേശം 50 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന 50 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റിയുടെ പകുതിയേ ഉള്ളൂ. എറണാകുളം സിറ്റി തന്നെ 100 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇത് 50 സ്ക്വയർ കിലോമീറ്റർ അതിന്റെ പകുതിയുള്ള ആ പകുതിയുള്ള സ്ഥലത്ത് 10 ലക്ഷം ആളുകൾ അധിവസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു പട്ടാളം കയറുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഭീതിദായകമായ സംഗതിയാണ്. പട്ടാളത്തെ സംബന്ധിച്ച് അവരുടെ നേരെ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അവർ പ്രതികരിക്കുന്ന രീതി അവരൊരിക്കലും മായമായിട്ട് പ്രതികരിക്കില്ല. അവർ ടാങ്കുകൾ കൊണ്ടും ബോംബുകൾ കൊണ്ടും മെഷീൻ ഗണ്ണുകൾ കൊണ്ടും മാത്രമേ അവർ പ്രതികരിക്കുള്ളൂ. അവരുടെ അടുത്ത് വടിയോ അല്ലെങ്കിൽ ആളുകളെ പിടിച്ചു മാറ്റുന്ന രീതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ നേരെ ആക്രമണം ഉണ്ടായാൽ അപ്പോൾ അവർ മെഷീൻ ഗൺ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ഭയമാണ് ഈ ഗാസ സിറ്റിയിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉള്ളിൽ പുലർത്തുന്ന ഭയം. അപ്പൊ അത് എങ്ങനെ നേരിടും എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ സിറ്റി എങ്ങനെ മിനിമം കാഷ്വാലിറ്റിയിൽ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഡിസ്കഷൻസ് ഇസ്രായേൽ നടക്കുന്നതേ ഉള്ളൂ. അത് ഏത് തരത്തിലാണ് മോസ്റ്റ് പ്രോബബ്ലി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗാസ സിറ്റിയിലേക്കുള്ള വെള്ളവും ഇലക്ട്രിസിറ്റിയും അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം വിച്ഛേദിക്കുകയും ഭക്ഷണം പൂർണ്ണമായിട്ടും ഗാസ സിറ്റിയിൽ പ്രവേശിക്കാത്ത തരത്തിലാക്കുകയും ഗാസ സിറ്റിക്ക് പുറത്തേക്ക് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ തുറക്കുകയും അങ്ങനെ ആളുകളെ ഗാസ സിറ്റിക്ക് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുക. ഗാസ സിറ്റിയിൽ നിന്ന് ആളുകൾ ഭക്ഷണത്തിന്റെ വെള്ളത്തിന്റെ ആവശ്യത്തിനായിട്ട് സിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നവരെ തിരികെ സിറ്റിയിൽ പ്രവേശിപ്പിക്കാതെ അവർക്ക് വേറെ ഏരിയകൾ ഇയർമാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ താമസിച്ചോളൂ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇതിനെ എങ്ങനെ തടയിടാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് തുരങ്കം വയ്ക്കാം എന്നതിനെ സംബന്ധിച്ച് ഹമാസിന്റെ ഗവേഷണ പുരയിൽ ഇപ്പൊ കാര്യമായിട്ടുള്ള പ്ലാനുകൾ ഫോം ചെയ്യുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും പരമാവധി ആളുകളെ കൊല്ലുക, അങ്ങനെ കൊന്നു കഴിഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ക്രൈ, ഞങ്ങളെ എല്ലാവരെയും കൊല്ലുന്നേ എന്ന് പറഞ്ഞ ഒരു നിലവിളി ഇന്റർനാഷണൽ സമൂഹത്തിന് മുൻപിൽ വെക്കുക എന്നുള്ളതായിരിക്കും ഹമാസ് ഇവിടെ പ്രയോഗിക്കാൻ സാധ്യതയുള്ള സംഗതി. കാരണം മഴ പെയ്യുമ്പോൾ ചൂടി നിൽക്കുന്ന ഒരു കൊട പോലെയാണ് ഹമാസിനെ ഈ 10 ലക്ഷം ജനം മൂടി പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. അഥവാ ഈ 10 ലക്ഷം ജനത്തിന്റെ പുറകിൽ കയറി ഹമാസ് ഒളിച്ചിരിക്കുന്നത്. അവരുടെ പെർമിഷനോടെയല്ല, അവരുടെ താല്പര്യത്തോടെയുമല്ല, അവരുടെ പെർമിഷനും താല്പര്യവും ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ ഉള്ളിൽ കയറി, അവരുടെ വീടിനുള്ളിൽ കയറി, അവരുടെ സിറ്റിക്കുള്ളിൽ കയറി ഇവന്മാരെ തുരങ്കം ഉണ്ടാക്കി നിൽക്കുകയാണ്. അപ്പൊ ഈ ജനം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇത് മുഴുവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ എക്സ്പോസ്ഡ് ആയി പോകും. IDF ഇവിടേക്ക് പ്രവേശിക്കുകയും ഇവരുടെ തുരങ്കങ്ങളിൽ പ്രവേശിക്കുകയും ഓരോന്നിനെയായിട്ട് പിടിച്ച് കൊല്ലുകയും ചെയ്യും. അപ്പൊ IDFന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ പരമാവധി ഈ ജനത്തെ പുറത്തേക്ക് വിടാതിരിക്കാനുള്ള ടെക്നിക്ക് എന്താണ്? ഒറ്റ ടെക്നിക്കേ ഉള്ളൂ. അന്താരാഷ്ട്ര സമൂഹത്തെ കൊണ്ട് ഇസ്രായേലിനെ പരമാവധി ചടപ്പിക്കുക. അന്താരാഷ്ട്ര സമൂഹം എല്ലാം കൂടി ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്യുക. ഗാസയിലേക്ക് പ്രവേശിക്കരുത്, മനുഷ്യർ മരിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ അതിനുവേണ്ടി അവരുടെ സ്വന്തം ആളുകളെ തന്നെ കൊന്നൊടുക്കി അവര് ഇതിനൊരു ഒരു പ്രചരണം സംഘടിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ പ്രചരണത്തെ നേരിടേണ്ടതുണ്ട്. ഹമാസ് തന്നെ പലസ്തീനികളെ കൊന്നൊടുക്കിയിട്ട് അത് IDF ആണ് കൊന്നതെന്ന് വരുത്തും. ചത്തത് കീഴടങ്ങി കൊന്നത് കൃഷ്ണൻ തന്നെ എന്നതുപോലെ പാലസ്തീനിൽ ആര് മരിച്ചാൽ അത് IDFന്റെ തലയിൽ കെട്ടിവെക്കും. അപ്പം ഇന്റർനാഷണൽ സമൂഹം പിന്നീട് ഇത് ഹമാസ് ആണോ കൊന്നത്, അല്ല IDF ആണോ കൊന്നത് എന്നുള്ള ഒരു ഡിസ്കഷനിലേക്കോ അല്ലെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലേക്ക് പോവുകയില്ല. പാലസ്തീനിൽ ആര് മരിച്ചാലും അത് IDF കൊന്നതാണ് എന്നുള്ള തരത്തിലാണ് ലേബൽ ചെയ്തു വരിക. അപ്പൊ ആ ഒരു ലേബലിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് ഇവിടെ പരമാവധി പാലസ്തീനികളെ കൊന്നൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ ആ ഒരു കാര്യവും കൂടി IDFനോട് നേരിടേണ്ടി വരും. കാരണം ഹമാസ് ഉള്ളിലാണുള്ളത്, IDF പുറത്താണുള്ളത്. ജനം ഹമാസിനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചാലും അത് മുഴുവൻ IDFന്റെ തലയിലിട്ട് ആളുകളെ കൊല്ലുന്നേ എന്നുള്ള നിലവിളി വഴി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രഷർ ഇസ്രായേലിന് മുകളിൽ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഗാസയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക.
എന്നുള്ളതായിരിക്കും ഹമാസിന്റെ ശ്രമം. അപ്പൊ ഇതിനെ എങ്ങനെ നേരിടുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്ലാനുകൾ ചോക്ക് ഔട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ മോസ്റ്റ് പ്രോബബ്ലി അവിടേക്കുള്ള വെള്ളവും വെളിച്ചവും, അതായത് കറണ്ടും ഒക്കെ കട്ട് ഓഫ് ചെയ്ത് ഈ സൗകര്യങ്ങൾ പുറത്തൊരുക്കി ആളുകളെ പുറത്തേക്ക് ആകർഷിച്ച് അങ്ങനെ ഓരോരുത്തരെ ഇവിടുന്ന് ഇതിന്റെ തെക്ക് ഭാഗത്തേക്ക് നീക്കിക്കൊണ്ടുപോകാനാണ് സാധ്യത എന്ന് ആണ് പറഞ്ഞു വരുന്നത്. ഏകദേശം 5-6 മാസം എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അതിനുശേഷം അതിനകത്ത് ഹമാസിനെ ഓരോന്നിനെയായിട്ട് പെറുക്കിയെടുത്ത് നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത് എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ഇന്നലെ അൽ ജസീറയുടെ അനാസ് അൽ ഷരീഫ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ലേഖകനെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള 4 പേരും, അങ്ങനെ 5 അൽ ജസീറ സ്റ്റാഫും വേറെ 2 പേരും വസിച്ചിരുന്ന ഒരു ടെന്റ്, അത് ഈ ഗാസ സിറ്റിയുടെ പുറത്തെ പെരിഫറയിലാണ് ഉണ്ടായിരുന്നത്. അത് ഇസ്രായേൽ നേരിട്ട് ബോംബ് തകർക്കുകയാണ് ചെയ്തത്. ഈ ആരോപണം ഇസ്രായേൽ ശരിവെച്ചിട്ടുണ്ട്. IDF പറയുന്നത് ഈ അനാസ് അൽ ഷരീഫ് എന്ന് പറയുന്നവൻ പത്രപ്രവർത്തകനല്ല, അവൻ ഹമാസിന്റെ ഒരു കമാൻഡർ ആയിരുന്നു. സാധാരണ പട്ടാളക്കാരനല്ല, അവൻ ട്രെയിനിങ് എടുത്തിട്ടുള്ള ധാരാളം ഹമാസ് ഭീകരരെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കമാൻഡർ ആയിരുന്നു. അവൻ പത്രപ്രവർത്തകന്റെ കാമഫ്ലാഷിൽ ഈ ഒരു ഗാസ സിറ്റിക്ക് പുറത്ത്, സാധാരണ ഹമാസുകാർക്ക് ഗാസ സിറ്റിക്ക് പുറത്ത് വരാനാവില്ല, അവരതിനകത്താണ് ഒളിച്ചിരിക്കുന്നത്. ഇതിന് പുറത്ത് വന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഹമാസിന് കൊടുക്കുന്ന ജോലിയാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. പത്രപ്രവർത്തനത്തിന്റെ കൂടെ ഗാസയിലെ ന്യൂസുകൾ പുറത്തേക്ക് കൊടുക്കുന്നത് കൂടെ അവൻ ഗാസയ്ക്കുള്ളിലേക്ക് IDFന്റെ നീക്കങ്ങളെ കുറിച്ചുള്ള ധാരണകൾ കൊടുക്കുകയും അങ്ങനെ ഹമാസിന്റെ മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നാണ് ഇസ്രായേൽ പട്ടാളം പറയുന്നത്. എന്തായാലും അൽ ജസീറയിൽ 5 സ്റ്റാഫ് വധിക്കപ്പെട്ടിട്ടുണ്ട്. അത് പരമാവധി ഒരു ഇന്റർനാഷണൽ ക്രൈ ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട വിധത്തിൽ അതിനൊരു പരസ്യം കിട്ടുന്നില്ല എന്ന് വേണം മറ്റ് പത്രങ്ങൾ നോക്കിയാൽ കാണാൻ. കാരണം ഇസ്രായേൽ കാര്യമായ തെളിവുകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ ഇവൻ ഹമാസിന്റെ കമാൻഡർ ആയിരുന്നു എന്ന് പറയുന്നത് വിശ്വസനീയമാണ് എന്ന നിലയിലാണ് ഇന്റർനാഷണൽ മീഡിയയിലൊക്കെയുള്ള ന്യൂസുകളുടെ ഒരു ചായ്വ് കാണുന്നത്. റോയിറ്റേഴ്സ് അടക്കം ഈ ന്യൂസ് ഉണ്ട്, പക്ഷെ അതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് അവർ ഈ ന്യൂസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഒരു കാർ വാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കാറ് കൊണ്ടൊരു ഭിത്തി. അന്ന് നോവ മ്യൂസിക് ഫെസ്റ്റിവലിലായിരുന്നു ഇവർ ആക്രമണം നടത്തിയത്. ആ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടന്ന സ്ഥലത്ത് അന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ തകർന്ന വാഹനങ്ങൾ നിരത്തി ഒരു ഡിസ്പ്ലേ, അതിന് കാർവാൾ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ അരിപ്പ പോലെ വെടികൊണ്ട് തുളഞ്ഞു പോയിരിക്കുന്നു. ഏകദേശം 1500 വാഹനങ്ങൾ, കാറുകള്, ജീപ്പുകൾ, അങ്ങനത്തെ വാഹനങ്ങളാണ്. അപ്പൊ അതിനകത്തുള്ള ആളുകളെ ഇവരെ വെടിവെച്ച് കൊന്നതാണ്. അപ്പൊ അത് ഏത് തരത്തിലാണ് ആ വാഹനങ്ങളെ മ്യൂട്ടിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് കാണാൻ വേണമെങ്കിൽ നമുക്ക് ഈ കാർവാൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിൽ സന്ദർശിക്കാവുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് ഹമാസിന്റെ പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും അതിനകത്ത് പെടും. അതങ്ങനെ തിരിച്ചു മാർക്ക് ചെയ്തിട്ടില്ല, അതിനകത്തുണ്ട് അത്തരം വാഹനങ്ങളെന്ന് അവർ പറയുന്നുണ്ട്. എങ്കിലും ഇത് ഹമാസിന്റേത്, ഇത് ഇസ്രായേൽക്കാരുടേത് എന്ന നിലയ്ക്ക് അവർ മാർക്ക് ചെയ്തിട്ടില്ല. വാഹനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ചില വാഹനങ്ങളുടെ മുകളിലൊക്കെ അതിൽ സഞ്ചരിച്ചിരുന്ന ആളുകളുടെ പേര്, ഒരു മെമ്മോറിയം എന്ന നിലയ്ക്ക് അവരുടെ പേരും എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം അതിനിടയിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ ഇന്ന് യുദ്ധം നിർത്താം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആയുധം വെച്ച് ഹമാസ് കീഴടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് ഈ യുദ്ധം നിർത്താം. ഗാസ സിറ്റിയിലും കിടക്കുന്നില്ല, ഒരു സ്ഥലത്തും കിടക്കുന്നില്ല, ഇന്ന് ഈ യുദ്ധം നിർത്താം.